രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് നല്ല മഴ, എഴുന്നേറ്റപ്പോൾ തൊട്ടെന്നല്ല അതിന് മുന്നേ മഴയായിരിക്കും. അപ്പോൾ നല്ല മഴയുള്ള നല്ല തണുത്ത ഒരു പ്രഭാതത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. കയറിയ പാട് ജനലുകൾ തുറന്നിടും. എനിക്കാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറില്ലേ, എനിക്ക് ഉറക്കെഴുന്നേറ്റ് വരുമ്പോഴേ ജനലും വാതിലൊക്കെ തുറന്നിട്ട് ആ ഒരു വായു സഞ്ചാരം ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ ഒരു എന്തോ പോലെയാണ്, ഒരു എന്തരാലിറ്റിയാണ്. അങ്ങനെ നല്ല തണുപ്പുണ്ട് കേട്ടോ. രാവിലെ കുളിച്ചിട്ടൊക്കെ വരുമ്പോഴേക്കും പിന്നെ തണുപ്പ് ഒന്നും കൂടെ കുറച്ചുകൂടെ കൂടുമല്ലോ. എൻ്റെ വീഡിയോസൊക്കെ മുന്നേ കാണുന്നവർക്ക് അറിയാം, ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ തലയിൽ കെട്ടിയാണ് വിളക്ക് കത്തിക്കുന്നത്. പിന്നെ നിങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, തലയിൽ കെട്ട് വെച്ചിട്ട് വിളക്ക് കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് മാത്രം തലയിൽ നിന്ന് ആ കെട്ട് മാറ്റുന്നത്. പക്ഷെ എന്ത് ചെയ്യാനായിട്ട് വിളക്ക് കത്തിച്ച് കഴിയുമ്പോഴേക്കും അവിടെ മൊത്തം ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇറ്റിറ്റ് വീണിരിക്കും. അപ്പോൾ ഇനി ഇഡ്ഡലി സാമ്പാറുമാണ് ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ ഞാനിങ്ങനെ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് തലേ ദിവസമേ ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടാണ് കിടന്നത്. അപ്പോൾ രാവിലെ ഇനി ഉഴുന്ന് അരച്ചങ്ങ് വെക്കണം, അതാണ് ആദ്യത്തെ ജോലി. ഉഴുന്നുവടയ്ക്ക് ഉഴുന്നരയ്ക്കുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ടാണ് അരച്ചെടുക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാണ്, നന്നായിട്ട് കറങ്ങി വരാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും. എന്നാലും നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് വെള്ളം ഒരല്പം പോലും ചേർക്കാണ്ട് അങ്ങ് അരച്ചെടുക്കണം. അപ്പോൾ മാവ് ഉഴുന്നരച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇഡ്ഡലി ഉണ്ടാക്കണം. അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ അവിടെ റെഡി ആക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇനി ഒരല്പം വെള്ളം കൂടെയൊക്കെ ചേർത്ത് വേണമെങ്കിൽ ലൂസാക്കിയതിന് ശേഷം ഇഡ്ഡലി തട്ടിലേക്ക് കഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇന്ന് കേശുവിന് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടുന്നത് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയില്ല വടയുമാണ് മോന് കൊടുത്തു വിടുന്നത്. അപ്പോൾ കേശുവിനുള്ള കുഞ്ഞൻ ഇഡ്ഡലിയും ഞങ്ങൾക്കുള്ള വലിയ ഇഡ്ഡലിയൊക്കെ ഒരുമിച്ച് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരടുപ്പിൽ സാമ്പാറും വെച്ചിട്ടുണ്ട്, അതിലിപ്പോൾ വിസിൽ വരാനൊക്കെ തുടങ്ങി. ഇനി വട ഉണ്ടാക്കാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ ക്യാരറ്റും ക്യാബേജും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് ഉപ്പും അതുപോലെ സോഡാപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് മിക്സാക്കി അവിടെ വെച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ടേ വട ഉണ്ടാക്കണുള്ളൂ. അപ്പോഴേക്കും മീൻകാരൻ വരണ സൗണ്ട് കേട്ടോ. ഓടിപ്പോയി ചോദിച്ചപ്പോഴേക്കും അയല മീനാണെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴേക്കും നല്ല പച്ച അയലയായിരുന്നു. അങ്ങനെ അയല മീൻ വാങ്ങി വെച്ച് എന്തായാലും ഇതിന് കേശുവിന് സ്കൂളിലൊക്കെ കൊണ്ടാക്കിയിട്ട് വന്നതിന് ശേഷമേ അയല മീനൊക്കെ വെക്കാനായിട്ട് പറ്റുള്ളൂ. നേരെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് ബാക്കി ഇത് നമ്മുടെ രാവിലത്തെ കാപ്പിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അങ്ങനെ സാമ്പാറൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. സാമ്പാറല്ല, നമ്മൾ പരിപ്പ് വെച്ചിരുന്നതൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അതിലിനി ഇതാ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് നന്നായിട്ട് കായവും ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അതും അങ്ങ് അടച്ച് വെച്ച് ഇനി മോനുള്ള ഫ്രൈഡ് റൈസ് തയ്യാറാക്കണം. അപ്പോൾ ഞാൻ ചോറ് വേവിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പൊട്ടുകടലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൂട്ടി എടുക്കണം. പിന്നെ ഈ പറയും പോലെ കേശുവിനാണെങ്കിൽ ഇതിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒന്നിട്ടാലും എന്ത് സംഭവം ഇഷ്ടമുള്ള എന്ത് സംഭവമാണെങ്കിലും, പക്ഷേ അത് ഫ്രൈഡ് റൈസിലിട്ടാലും മോൻ കഴിക്കില്ല, അത് അതേപോലെ തിരിച്ചു കൊണ്ടുവരും. അപ്പം ഞാൻ അതുകൊണ്ട് ആ വക ഐറ്റംസ് ഒന്നും ഇപ്പോൾ ഇടാനായിട്ട് മെനക്കിടാറുമില്ല. പിന്നെ അതിലേക്ക് നല്ല പൊട്ടുകടലേക്ക് ഇട്ട് എടുത്തിട്ട് ക്യാബേജും അതുപോലെ ക്യാരറ്റും ഒക്കെ കുഞ്ഞിനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അതും കൂടെ ഇട്ട് ഇളക്കി അതിനെ ഒന്ന് കുറച്ചിങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് ആ ചോറും കൂടെ ഇട്ട് ഇളക്കി കൊടുത്താൽ കേശുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ആളങ്ങ് കഴിച്ചോളൂ. ഞാൻ ചോറ് കൊടുത്തു വിടാനൊക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എന്ന് ഞാൻ രാത്രി ചോദിക്കും, മോനെ നാളെ ചോറും തോരനൊക്കെ വെച്ചിട്ട് അമ്മ തന്നു വിടട്ടേന്ന് ചോദിക്കുമ്പോൾ പറയും, എന്നും ഒരു ചോറ് എനിക്ക് വേണ്ട, എനിക്ക് ഫ്രൈഡ് റൈസ് മാത്രം മതി. എനിക്ക് ഫ്രൈഡ് റൈസ് എന്നല്ല മോൻ പറയേണ്ടത്, എനിക്ക് ബിരിയാണി ചോറ് മാത്രം മതിയെന്ന് പറയും. പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിക്കും. മോന് കഴിക്കണതല്ലേ കൊടുത്തു വിട്ടിട്ട് കാര്യമുള്ളൂ, അല്ലാണ്ട് ചുമ്മാ ചോറ് കൊടുത്തു വിട്ടിട്ട് അതിനെ തിരിച്ചു കൊണ്ടുവരണേ എന്തിനാണ്. അപ്പോൾ ഫ്രൈഡ് റൈസൊക്കെ അവിടെ റെഡിയാക്കി വെച്ച് ഇനി ഇതാ നമ്മുടെ വട മേക്കർ ഞാൻ എടുത്തിട്ടുണ്ട് വട ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ എണ്ണ തിളച്ച് വന്നപ്പോഴേക്ക് ഇതുപോലെ വട മേക്കറിൽ എൻ്റെ വട മേക്കർ എൻ്റെ മുന്നത്തെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, ഞാനിങ്ങനെ ചിരട്ട വെച്ചിട്ടാണ് ഉഴുന്നുവട ഉണ്ടാക്കുന്നത്. ഭയങ്കര ഈസിയാണ്. നമ്മൾ ചിരട്ട ഒന്ന് നനച്ചെടുക്കേണ്ട പാട് മാത്രമേ ഉള്ളൂ. ഒന്ന് വെള്ളം കൊണ്ട് നനച്ചെടുക്കണം. അതിനുശേഷം മാവ് അതിലേക്ക് വെച്ച് ഒരു തുളയൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ എണ്ണയിലോട്ടൊന്ന് കാണിച്ചു കൊടുത്താൽ മതി, അതങ്ങനെയൊന്ന് വീണോളും. അപ്പോൾ കേശുവിനായിട്ട് ഒരു ഉഴുന്നുവട ഉണ്ടാക്കിയുള്ളൂ.
അപ്പോൾ അതൊക്കെ റെഡിയായി, നമ്മുടെ സാമ്പാർ റെഡിയായി. അതിലിനി താളിപ്പം കൂടെ ഒഴിച്ചു കൊടുത്താൽ ഭയങ്കര ഒരു മണമൊക്കെ ആയിരിക്കും. ഇനി അങ്ങ് കാസറോളിൽ അടച്ചു വെച്ചാൽ മാത്രം മതി. അപ്പം നമുക്കിനി വട ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾ കാപ്പിക്കുടി കാര്യങ്ങളെല്ലാം മോനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇഡ്ഡലി സാമ്പാറും ഒക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി കേശുവിനുള്ള ഐറ്റംസ് എല്ലാം ഇനി പാത്രത്തിലോട്ടാക്കണം, അതാണ് ജോലി. അപ്പം ഞാനൊരു മൂന്ന് കുഞ്ഞൻ ഇഡ്ഡലിയും ഒരു വടയും വെച്ചിട്ടുണ്ട്. അതിലോട്ട് തന്നെ കുറച്ച് സാമ്പാറും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇനി കുറച്ച് നമ്മൾ ദോശപ്പൊടി, ഇവിടെ അമ്മ പോണതിന് മുന്നേ ദോശപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ദോശപ്പൊടി എന്ന് പറഞ്ഞാൽ ഉഴുന്ന് പൊടി. പിന്നെ ഒരു കാര്യം, എനിക്ക് കമൻസിന് റിപ്ലൈ തന്ന് എനിക്ക് വയ്യ. അമ്മ എവിടെ ചേച്ചി, അമ്മ എവിടെ പോയി, അമ്മയെ കാണാനില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ഞാനൊരു കമൻറ്റ്സ് കണ്ട് അത് ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്ത്. അമ്മ എന്താ പിണങ്ങിപ്പോയതാണോ, അമ്മ ഇനി വരില്ലേ എന്നൊക്കെ ചോദിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാലേ ആൾക്കാർക്ക് അതൊക്കെ അറിയാനാണ് ഇഷ്ടം. അമ്മ ഇങ്ങനെ മോളുടെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ പോയി നിൽക്കുകയാണെന്ന് അമ്മയെ കൊണ്ട് ആക്കിയ സമയം തൊട്ട് ഞങ്ങൾ പറയണല്ല, ഞങ്ങൾ കൊണ്ട് അമ്മേനെ ആക്കിയതല്ല. അമ്മയ്ക്ക് ഒരു മോൻ മാത്രമല്ല ഉള്ളത്, 3 മക്കൾ അമ്മയ്ക്കുണ്ട്. 2 പെൺമക്കളും ഉണ്ട്, ഒരു മോനും ഉണ്ട്. ആ ഒരു മോനാണ് എൻ്റെ കെട്ടിയവൻ. അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ അടുത്ത് മാത്രം നിന്നാൽ പോരല്ലോ. അമ്മ ഏകദേശം എന്താ പറയുക, ഒരു 365 ദിവസത്തിൽ അത്രയും ദിവസം ഞങ്ങളെ കൂടെ തന്നെയാണ്. വല്ലപ്പോഴുമാണ് അമ്മ അങ്ങോട്ടൊക്കെ പോണത്. അപ്പോൾ ഈ ഒരു അവസരം കിട്ടിയപ്പോഴേക്ക് അമ്മയ്ക്ക് ഇളയ മോളെ വീട്ടിലേക്ക് അമ്മ പോയിട്ട് 1 വർഷത്തിൽ കൂടുതലായി. അങ്ങനെ അമ്മ അവിടെ പോയി. അവിടെ നിന്ന് വന്നിട്ട് തിരിച്ച് വന്നപ്പോൾ ഒരു ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. തിരിച്ച് വന്നിട്ട് പിന്നെ അമ്മ വീണ്ടും രമ്യേച്ചിൻ്റെ വീട്ടിൽ, അതിപ്പോൾ നമ്മുടെ വീടിൻ്റെ കുറച്ചപ്പുറം തന്നെയാണ്, കേശുവിൻ്റെ സ്കൂളിൻ്റെയൊക്കെ അടുത്താണ്. അമ്മ ഒരാഴ്ച അവിടെയും കൂടെ നിന്നതിന് ശേഷം മാത്രമേ വരുള്ളൂ. അപ്പോൾ എൻ്റെ ജോലിയൊക്കെ അവിടെ കഴിഞ്ഞ് കേശുവിനുള്ള സാധനങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇനി പാത്രങ്ങൾ കാണുമല്ലോ, നമ്മൾ എത്രയൊക്കെ കഴുകി വെച്ചാലും ഇനിയും കുറച്ച് പാത്രങ്ങൾ കാണും. അപ്പോൾ ആ പാത്രങ്ങളും കൂടെ കഴുകി വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അമ്മ മുന്നേയൊക്കെ പറയണത് കേൾക്കാം, ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഇട്ടിട്ട് അടുക്കള ഒതുക്കാണ്ട് പോയാൽ പോണ വഴിക്ക് നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ആൾക്കാർ നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് പറയില്ലേ, കണ്ട അവൾ ഇതുപോലെയാണ് വീടിട്ടിരിക്കണതെന്ന്. ചിലപ്പം നമ്മൾ അതുവരെയും അടുക്കളയൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടണതായിരിക്കും. ആ ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും വെപ്രാളപ്പെട്ടിട്ട് അടുക്കള ഒതുക്കാണ്ട് അല്ലെങ്കിൽ വീട് ഒതുക്കാണ്ട് പോണതായിരിക്കും. പക്ഷെ ആ പോണ പോക്കിന് എന്തെങ്കിലും നമുക്കൊന്ന് പറ്റിപ്പോയാലും പിന്നെ നമുക്ക് നമ്മൾ വീട് വൃത്തിയില്ലാതെയാണ് ഇട്ടിരിക്കുന്നത്, അടുക്കള ഒതുക്കൂല, ആ ഒരു കുറ്റം തേച്ചാലും മാച്ചാലും പോവില്ല. അങ്ങനെ അടുക്കളയൊക്കെ ഒതുക്കി ഞാനും റെഡിയായി. കേശുതാ ഒന്ന് പോയി തൊഴുതിട്ടൊക്കെ വന്ന്. ചില ദിവസങ്ങളിൽ എന്നെ ബോധ്യപ്പെടുത്താൻ മാത്രമായിരിക്കും മോൻ്റെ തുഴക്കം, എന്നാലും കുഴപ്പമില്ല, അതങ്ങ് പതിയെ അവൻ്റെ ഒരു ശീലമായി മാറുമല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ ദിവസത്തെ പോലെ ഇറങ്ങാറായപ്പോഴേക്കും നല്ല മഴയായിരുന്നു. അങ്ങനെ കാറിലാണ് പോണത്. അപ്പോൾ കേശുവിന് ആദ്യമേ കാറിനകത്താക്കി, ഇല്ലെങ്കിൽ ആ യൂണിഫോം ഇട്ടും കൊണ്ട് ഈ മഴയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ നടക്കും. അപ്പോൾ ഇറങ്ങിയ സമയത്ത് മഴ ഒത്തിരി തോർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ നേരെ സ്കൂളിലേക്ക് പോവുകയാണ്. പോണ വഴിക്ക് നന്നായിട്ട് മഴ പെയ്ത് നമ്മൾ സ്കൂളിൽ എത്തിയപ്പോഴേക്കും പിന്നും ഒത്തിരി അങ്ങ് മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മോൻ്റെ സ്കൂളിലെത്തി. സ്കൂളിലെത്തുമ്പോഴേക്കും ഇങ്ങനെ ചേച്ചിമാരവിടെ നിൽപ്പുണ്ടായിരിക്കും പിള്ളേരെ കൊണ്ട് സ്കൂളിലാക്കാനായിട്ട്. അവരാണ് പിന്നെ പിള്ളേരെ അങ്ങ് സ്കൂളിലോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ മോനെ സ്കൂളിലാക്കിയിട്ട് ഇനി നേരെ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോണ വഴിക്ക് ഇനി കോലത്തുകര അമ്പലത്തിൽ കയറണം. ചേട്ടൻ എല്ലാ ദിവസവും അമ്പലത്തിൽ കയറാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനും അമ്പലത്തിൽ കയറാൻ കണക്കാക്കിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. അങ്ങനെ സ്കൂളിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഈ മഴ പെയ്യുമ്പോൾ നമുക്ക് മഴയെ ഇഷ്ടമാണ്, കാര്യങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞാലും ചില സമയങ്ങളിൽ എന്നല്ല, ചിലപ്പോൾ മിക്ക സമയങ്ങളിലും നമുക്ക് തലവേദന ആയിരിക്കും. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൽ എത്താറായി. അപ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഇഷ്ടം മഴയില്ലെങ്കിൽ നമുക്ക് സ്കൂട്ടറിൽ പോണ കാര്യങ്ങളേ ഉള്ളൂ. ഈ മഴയാണെങ്കിൽ പിന്നെ കാർ എടുത്ത്, ചേട്ടനാണെങ്കിൽ പറയും സ്കൂട്ടറിൽ പോയാൽ നമുക്ക് എവിടെ വേണമെങ്കിലും സ്കൂട്ടർ ഇട്ടിട്ട് പോകാമല്ലോ, കാറിൽ പോയാൽ അതൊരു ചടങ്ങാണ്, ചിലപ്പോൾ പാർക്കിങ് കിട്ടില്ല, അങ്ങനെ കിട്ടില്ല, എവിടെ പോയാലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലെത്തി. ഇത് ഗുരുദേവനായിട്ട് വെച്ച ആൽമരങ്ങളാണ്. നമ്മുടെ കോലത്തര അമ്പലത്തിൽ 3 ആൽമരങ്ങളുണ്ട്, ത്രിമൂർത്തി സങ്കല്പത്തിൽ. അത് 3 ഗുരുദേവനായിട്ട് വെച്ചതാണ്.
അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി നേരെ സ്കൂളിലേക്ക്. അപ്പോൾ ദാ കളത്തൂർ സ്കൂളിലെ പിള്ളേരൊക്കെയാണ് ആ പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ കടയിലെത്തി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഷോപ്പ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് അപ്പുറവും ഇപ്പുറവും റോഡിൻ്റെ 2 സൈഡും 2 ഷോപ്പുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ പുതിയ ഷോപ്പും മറ്റേത് ഞങ്ങളുടെ പഴയ ഷോപ്പുമാണ്. അപ്പോൾ കാറിൽ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് കണ്ടില്ലേ, എവിടെയെങ്കിലും അങ്ങക്ക് കൊണ്ടുവേണം കാറ് പാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി വന്നാൽ ഞാനൊരു 5 മിനിറ്റ് കടയിലിരിക്കും, കാരണം 5 മണി തൊട്ട് തുടങ്ങുന്ന ജോലിയല്ലേ. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോഴേക്ക് പിന്നെ ഒരു 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം ഞാൻ എഴുന്നേറ്റ് പിന്നെ വിളക്കെല്ലാം തേച്ച് വിളക്ക് കത്തിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കും. അങ്ങനെ ഇന്ന് നമുക്ക് പിച്ചിപ്പൂവാണ് കിട്ടിയത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും പിച്ചിപ്പൂവല്ല പൂക്കടയിൽ നിന്ന് തരണത്, അരളിപ്പൂവാണ്. ഇന്ന് പിച്ചി കിട്ടി. അപ്പോൾ പിച്ചി കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. കടയ്ക്കകം മൊത്തം ഒരു മണമായിരിക്കും. അങ്ങനെ ഇനി ഞാൻ ഈ കട, ഞങ്ങളുടെ പഴയ കട എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് ഇനി നേരെ അപ്പുറത്തെ ഷോപ്പിൽ പോവുകയാണ്. അവിടെ ഇനി പൂക്കളൊക്കെ ഇട്ട് ഒരുക്കണം. അതിനുശേഷം വിളക്കെല്ലാം തേച്ചൊക്കെ വയ്ക്കണം. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഞങ്ങളുടെ പഴയ കട തൂത്ത് തുടച്ചിട്ടൊക്കെ ഇനി ഇപ്പുറത്തെ കട തൂക്കാനായിട്ട് വന്നതാണ്. ഇനി ഞാനിവിടെ പൂക്കളൊക്കെ ഇട്ട് വിളക്കൊക്കെ തേച്ച് വയ്ക്കുമ്പോഴേക്ക് ചിലപ്പോൾ ആൾ വന്ന് വിളക്ക് കത്തിക്കും, ഇല്ലെങ്കിൽ ഞാൻ തന്നെ കത്തിക്കും. അങ്ങനെയാണ് കുറച്ച് നാളുകൊണ്ട് പോണത്. ഇനി അതിന് ശേഷമാണ് ഒരു 9:30 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കടയിൽ ഇപ്പോൾ സ്റ്റാഫുണ്ട്. കുറേ നാളുകൊണ്ട് സ്റ്റാഫില്ലായിരുന്നു. എന്തോ ഇപ്പോൾ മോനെ സ്കൂളിലാക്കിയ ശേഷം നമുക്കൊരു സ്റ്റാഫിനെ കൂടെ കിട്ടിയായിരുന്നു. ഞങ്ങൾ അതുവരെ സ്റ്റാഫിനെ പിന്നെ അന്വേഷിച്ചില്ല. അപ്പോൾ മോനെ സ്കൂളിലാക്കുമ്പോൾ പിന്നെ എനിക്ക് കുറച്ചും കൂടി പിന്നെ അവൻ്റെ കാര്യങ്ങൾ കുറേ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുമല്ലോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും സ്റ്റാഫിനെയൊക്കെ വെച്ചതാണ്. ഇപ്പോൾ വന്ന ആൾ കുഴപ്പമില്ല, ആൾ മിടുക്കിയാണ്. അതുകൊണ്ട് എനിക്കായിരുന്നാലും ചേട്ടനായിരുന്നാലും ഒരുപാട് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ ഈ വിളക്കുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ വീട്ടിലിരുന്ന വിളക്കാണ്. ഇവിടുത്തെ കട ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നിട്ട് ആളെ ഇതുവരെ തിരിച്ചുകൊണ്ട് പോയില്ല. ഞങ്ങളല്ലെങ്കിൽ 1-ാം തീയതി ദിവസങ്ങളിൽ ചിങ്ങം 1-ന്, ഉത്രാടത്തിൻ്റെ അന്ന്, കാർത്തിക വിളക്ക്, അങ്ങനെ സ്പെഷ്യൽ ഒക്കേഷനെല്ലാം കത്തിച്ചുകൊണ്ടിരുന്ന ആ വിളക്കായിരുന്നു. ഇപ്പോൾ കേശുവിനെ പേടിച്ചാണ് ഒട്ടും വിളക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാത്തത്. മോൻ ചിലപ്പോൾ തള്ളിയിട്ടാലോ എന്നൊക്കെ പേടിച്ചിട്ട് ഇപ്പോൾ വിളക്കൊരു കുറച്ച് കറുവലൊക്കെ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ല, ഇഡ്ഡലി സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ വടയും കൂടെ ഉള്ളതുകൊണ്ട് ചേട്ടനാണെങ്കിൽ ചമ്മന്തിയും കൂടെ ഭയങ്കര ഇഷ്ടമാണ്, ഇഡ്ഡലി സാമ്പാറിൻ്റെയും കൂടെ. അങ്ങനെ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ പെട്ടെന്ന് തിരുവി എടുത്തിട്ട് കുറച്ച് പൊട്ടുകടലയും കുറച്ച് തൈരും 2-3 പച്ചമുളകൊക്കെ ഇട്ട് ഒരു ചമ്മന്തിയും കൂടെ അരച്ച് ഇനി വടയും കൂടെ പൊരിക്കണം. വട നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ തിരിച്ചു വരുമ്പോഴേക്കും തണുത്ത് പോകുമല്ലോ. അതുകൊണ്ട് ഞാൻ ചൂടോടെ വട പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വടമാവെല്ലാം എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പോയത്. അപ്പോൾ ഇനി ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി വട മേക്കറിൽ വടയും കൂടെ റെഡിയാക്കിയാൽ പുള്ളിക്കാരന് കാപ്പി കൊടുക്കാം, എനിക്കും കാപ്പി കുടിക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ വട റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മ ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം കൂടെ കഴിയുമ്പോഴേക്ക് വരും. അല്ലാണ്ട് അമ്മ ഇവിടെ നിന്ന് പിണങ്ങിപ്പോയതോ ഞങ്ങളുമായിട്ട് എന്തെങ്കിലും വിഷയമായി പോയതോ ഒന്നുമല്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കണമെന്ന് എനിക്കറിയില്ല. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെയല്ലേ, കുറച്ച് ദിവസം നിന്നിട്ട് ചിലപ്പോൾ അമ്മയ്ക്ക് വേറെ മക്കളുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. എല്ലാ വീട്ടിലും നടക്കുന്ന സ്വാഭാവിക കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. 2 ദിവസം കഴിയുമ്പോഴേക്ക് അമ്മ തിരിച്ചു വന്നോളും. അമ്മ ഇടയ്ക്ക്, ഞാൻ പറഞ്ഞില്ല, അമ്മ ഇടയ്ക്ക് ഒരു ദിവസം വന്ന് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം ഞാൻ വീഡിയോ എടുക്കാത്തതുകൊണ്ടാണ് അമ്മയെ കാണിക്കാത്തത്. അന്നൊരു ദിവസം വീഡിയോ എടുത്ത് അമ്മ ഇവിടെ വന്ന് വീണ്ടും പോയെന്ന് പറയുമ്പോഴേക്കും ഇതേ ക്വസ്റ്റ്യൻ വീണ്ടും ഒരുപാട് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം അതങ്ങ് ഒഴിവാക്കിയത്. അപ്പം നമ്മുടെ ഇഡ്ഡലി സാമ്പാറും നല്ല ചമ്മന്തിയും നല്ല ഒരു ചൂട് ചായയും വടയൊക്കെ റെഡി ആയിട്ടുണ്ട്. കേശുവിന് നാളെ സ്കൂളിൽ ഫ്രൂട്ട് സലാഡ് ഡേ ആണ്. അപ്പോൾ മോൻ അതിൻ്റെ ഒരു ഫ്രൂട്ടിൻ്റെ കട്ടൗട്ട് കൊണ്ടുവരണം. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് എടുക്കാം. അപ്പോൾ കേശുവിനോട് ചോദിച്ചപ്പോൾ അവൻ മാംഗോയിൽ പിടിച്ചിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് ഏതെങ്കിലും ഫ്രൂട്ട് ആയിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ കേശു അമ്പിനും വെല്ലിലും അടുക്കണില്ല, അവന് മാംഗോ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി മാംഗോയുടെ ഒരു കട്ടൗട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് എന്തായാലും ചേട്ടൻ 2 ചാർട്ട് പേപ്പർ വാങ്ങിച്ചു തന്നു. നമ്മൾ ഇതൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കിയല്ലേ. അപ്പോൾ ഒരെണ്ണത്തെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാലും പിന്നെ ഒരെണ്ണം കൂടെ വേണമല്ലോ. അങ്ങനെ മാംഗോ ഉണ്ടാക്കാനായിട്ട് യെല്ലോ ചാർട്ട് പേപ്പർ, പിന്നെ അതിൻ്റെ ലീഫ് വേണമല്ലോ. അപ്പോൾ അതിനൊരു ഗ്രീൻ ചാർട്ട് പേപ്പറൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ പറയും പോലെ നമുക്കിപ്പോൾ യൂട്യൂബ് ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അതിൽ നോക്കി അങ്ങ് ഉണ്ടാക്കാം. പിന്നെ അതുമല്ല, കേശു വരണതിന് മുന്നേ ഇത് തീർത്ത് വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ
ഇന്ന് തന്നെ ഇവിടെ ഫ്രൂട്ട് സലാഡ് ഡേ അവ ഇന്ന് ഇവിടെ ആഘോഷിക്കും. അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ എന്താ ചോറ് മാത്രമേ വെച്ചോളൂ. രാവിലത്തെ സാമ്പാറുണ്ട്, പിന്നെ അയല മീൻ വാങ്ങിച്ചതിരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അതിന് കേശു വരുമ്പോഴത്തേക്ക് പൊരിച്ചു കൊടുക്കാമെന്ന് കേശുവിന്. പിന്നെ അച്ചാറുകളൊക്കെ ഇരിക്കുകയാണ്. ഇന്നിനി ചേട്ടൻ ഇനി ഉച്ചയ്ക്ക് കഴിക്കാൻ കാണൂല, പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. മോനും കഴിക്കണം അത്രയ്ക്ക് ഇത്രയല്ലേ. അപ്പൊ പിന്നെ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ ഒരു ഭയങ്കര മടി തോന്നുമല്ലോ. അപ്പൊ ചോറ് വെച്ച് സാമ്പാറും ഉണ്ട്, അയല മീന് പൊരിക്കണം, പിന്നെ അയല രാത്രി കറി വെച്ച് വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ നാളത്തേക്ക് അതങ്ങാവുമല്ലോ. അപ്പൊ ഇനി അതിന്റെ വിശേഷങ്ങളിലോട്ട് പോവാം. അതുപോലെ ഭയങ്കര മഴ, രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ്. ഒരു എരണക്കേട് മഴയെന്ന് പറഞ്ഞാൽ മഴ ഒന്ന് പെയ്ത് നല്ല പെയ്ത് അങ്ങ് തോരും. അപ്പം നമ്മൾ വിചാരിക്കാം കുഴപ്പമില്ല, പക്ഷെ വീണ്ടും മഴ തന്നെ. അങ്ങനെ ഇന്നത്തെ ദിവസം ഫുള്ള് സൂര്യനെ കാണാനില്ല. ഇപ്പോഴും നല്ല കോള് കെട്ടി കിടക്കുകയാണ്. അപ്പോൾ ചേട്ടൻ വന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോയി. ഇനി എൻ്റെ ജോലി അടുത്ത് ഇനി മാംഗോയുടെ കട്ടൗട്ട് തയ്യാറാക്കണം. പിന്നെ അതുപോലെ മാംഗോയെ പറ്റി എന്തെങ്കിലും ഇപ്പോൾ ഏത് ഫ്രൂട്ടായിട്ടാണോ ചെല്ലണം അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് റൈംസോ അല്ലെങ്കിൽ എന്തെങ്കിലും വേർഡ്സോ ഒക്കെ സെൻറ്റൻസോ ഒക്കെ പറയണമെന്ന് പറഞ്ഞ് അങ്ങനെ കേശൂര് ഞാൻ ഇതിൽ ഒരു സെൻറ്റൻസ് എങ്ങനെയെങ്കിലും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിന് ഇന്നാവുമ്പോൾ മറന്നു പോകും. അതിന്റെ സാധന സാമഗ്രികളൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളതേ എന്താ പറയാ, ഫ്രൂട്ട്സും കൊണ്ടുവരണം കേശുവിന്. എല്ലാ പിള്ളേർക്കും ഓരോ വെറൈറ്റി ഫ്രൂട്ടാണ്. അപ്പൊ കേശുവിന് പറഞ്ഞത് 1 kg ഗ്രീൻ ആപ്പിളും ഗ്രീൻ ഗ്രേപ്സ്, പച്ചമുന്തിരിയും അതുപോലെ തന്നെ നമ്മുടെ കറുത്ത മുന്തിരിയും 1 kg വെച്ച് രണ്ടും ഈക്വലായിട്ട് വാങ്ങണം. അപ്പൊ 1 കിലോ പച്ചമുന്തിരിയും 1 കിലോ കറുപ്പ് മുന്തിരി. അപ്പോൾ സത്യം പറഞ്ഞ മുന്തിരി എന്ന് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ മുന്തിരി നമുക്കിവിടെ ഹൈപ്പർ മാർക്കറ്റിൽ പോയാൽ കിട്ടുമല്ലോ. അങ്ങനെ ഞങ്ങൾ രാവിലെ മുന്തിരി വാങ്ങിക്കാനായിട്ട് പോയി. ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടാത്ത സാധനമുണ്ട്, ലുലു അല്ല, നമ്മുടെ താഴെ കുന്നിൽ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. ഞങ്ങൾ രാവിലെ അവിടെ പോയി നോക്കിയപ്പോഴുണ്ട് മുന്തിരി ഇല്ല. അതൊന്ന് ഗ്ലോബൽ മുന്തിരി, ഇപ്പോഴത്തെ വലിയ ഉണ്ട മുന്തിരി ഉണ്ടല്ലോ, അത് മാത്രമേ അവിടെ ഉള്ളെന്ന്. അപ്പൊ മുന്തിരിയുടെ കാര്യം ചോദിച്ചപ്പോഴേക്കും അവർ പറയണ മഴ ആയതുകൊണ്ട് മുന്തിരി അങ്ങനെ വരണില്ല. നമ്മൾ പെട്ടില്ലേ. പിന്നെ അവിടെ നമ്മൾ നേരെ വീണ്ടും കുളത്തൂർ പോയി. കുളത്തൂരിൽ നിന്നാണ് ഇങ്ങോട്ട് വന്ന് നമ്മുടെ കടയിൽ നിന്ന്. കുളത്തൂർ പോയപ്പോൾ കുളത്തൂർക്കാർ മുന്തിരി കണ്ടിട്ട് വർഷങ്ങളായെന്നാണ് അവർ പറയണത്. ഇപ്പം മഴ ആയതുകൊണ്ട് മുന്തിരി വരാറേ ഇല്ലെന്ന്. പിന്നെ അവിടെ നിന്ന് നേരെ കഴക്കൂട്ടത്ത് പോയി. കഴക്കൂട്ടത്ത് നിന്ന് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നേരെ ലുലുവിൽ പോയിട്ട് അവിടെയും ഇല്ല എന്നുണ്ടെങ്കിൽ ടീച്ചറെ വിളിച്ചിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഫ്രൂട്ട് തരണേ ടീച്ചറെ എന്ന് പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്തായാലും കഴക്കൂട്ടത്ത് പോയപ്പോഴേക്ക് പച്ചയും ചുവപ്പും മഞ്ഞയും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പച്ച ഗ്രേപ്സും കറുത്ത ഗ്രേപ്സും ഒക്കെ വാങ്ങിച്ച് ഞാൻ ചേട്ടനോട് പറഞ്ഞു കുരുവില്ലാത്ത മുന്തിരി ഉണ്ടല്ലോ അത് വാങ്ങാന്നാണ്. പക്ഷെ അവർ പറയണത് അതിന്റെ സീസൺ കഴിഞ്ഞു, അതൊക്കെ സീസണാണ്. അപ്പൊ അത് കിട്ടിയില്ല. നമ്മളെ പണ്ടത്തെ ഒരു പുളിപ്പ മുന്തിരി ഇല്ലേ, സാധാ മുന്തിരി, അതും വാങ്ങിച്ച് അതിന്റെ പച്ചയും വാങ്ങിച്ചു. പിന്നെ 10 കപ്പ് പേപ്പർ കപ്പ് വേണമായിരുന്നു. 10 പേപ്പർ കപ്പ് വാങ്ങി, 10 സ്പൂണും വാങ്ങി, എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇതൊന്നും ഇനി മോനെ കാണിക്കാണ്ട് എടുത്ത് വെക്കണം. അതാണ് അടുത്ത പരിപാടി. അങ്ങനെ ഞാൻ എന്താ ചാർട്ട് പേപ്പറിൽ മാങ്ങയെന്നല്ല മാംഗോയും മാങ്ങയും കൂടെ ഒരുമിച്ച് വന്നുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ആയിപ്പോയത്. ആ മാങ്ങയുടെ ഒരു ഷേപ്പൊക്കെ ഉണ്ടാക്കിയെടുത്ത് നല്ല വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല രസമാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്നു ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും. പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെയുള്ള ഒരു കുറച്ച് ക്രാഫ്റ്റ് വർക്കിൻ്റെ കൂടെയൊക്കെ ചെറിയൊരു താല്പര്യമുണ്ട്. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് എന്തും ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ 2 കണ്ണ് വരച്ച് ഒരു വായും നാവും ഒക്കെ വരച്ചിട്ടുണ്ട്. ഇനി ഈ സ്കെച്ച് പെന്ന് കേശു കാണാണ്ട് ഒളിച്ച് വെക്കണം. ഒരുപാട് കേശുവിൻ്റെ ബർത്ത്ഡേക്കൊക്കെ ഇഷ്ടം പോലെ സ്കെച്ച് പെൻസിലായിരുന്നാലും ക്രയോൺസ് ആയിരുന്നാലും അങ്ങനെ പിന്നെ ഈ വാട്ടർ കളർ ഒരുപാട് കിട്ടിയതാണ്. മൊത്തം കേശു ചുമ്മാ എടുത്ത് കളിച്ച് കളഞ്ഞ്. അപ്പോൾ ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരണമെങ്കിൽ എന്നൊന്നും പോയി സ്കെച്ച് പെന്നൊക്കെ വാങ്ങിക്കുന്ന ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇത് ഞാനിനി കേശു കാണാണ്ടെടുത്ത് ഒളിച്ച് വെക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ മാങ്ങയുടെ കണ്ണൊക്കെ റെഡിയായി. ഇനി ചെറിയൊരു പിരുകമൊക്കെ വരച്ചു കൊടുക്കണം. അപ്പോൾ 2 കുഞ്ഞൻ പിരുകമായി വരച്ചു കൊടുത്ത് ഇനി കൺപീലി വരയ്ക്കണ്ടേ. പക്ഷേ സത്യത്തിൽ കേശു മാംഗോ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഫ്രൂട്ട് ചെയ്യണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. റംബൂട്ടാനോ അല്ലെങ്കിൽ കിവിയോ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എന്തോ കേശു മാംഗോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പിന്നെ ഞാനും അതിലോട്ടങ്ങ് ആയതാണ്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ മാങ്ങയും ആപ്പിളും ഒക്കെ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ മുന്തിരി ആയിരുന്നെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേനെ. അപ്പോൾ എന്നാലും മോൻ പറഞ്ഞത് എനിക്കും കൂടെ അതങ്ങ് സൗകര്യമായി ഇപ്പോഴാലോചിക്കുമ്പോഴേക്കും. അങ്ങനെ മാങ്ങയ്ക്ക് 2 ഉണ്ടക്കണ്ണും പിരുകമൊക്കെ വരച്ചു കൊടുത്ത് ഇനി നാക്കും കൂടെ നാക്ക് വരച്ച് ഇനി അതിന് ഒരു കളറും കൂടെ കൊടുക്കുമ്പോഴേക്ക് നല്ല രസമായിട്ട് വരും കാണാനായിട്ട്.
നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അതെല്ലാം ആയി വന്നപ്പോഴേക്കും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലീഫ് വേണമല്ലോ മാങ്ങയ്ക്ക്. അപ്പോൾ അതിനായിട്ടാണ് ഈ ഗ്രീൻ കളർ ചാർട്ട് പേപ്പർ വാങ്ങിയത്. ഇനി അതിനെ കട്ട് ചെയ്തെടുത്തിട്ട് മാവലയുടെ ഒരു ഷേപ്പൊക്കെ വരച്ചെടുക്കണം. നമുക്കിപ്പം കറക്റ്റ് മാവല ആവുമെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. എന്നാലും നമ്മൾ ആ ഒരു ഷേപ്പ് നമുക്കൊരു അറ്റംപ്റ്റ് നടത്തണമല്ലോ. അപ്പോൾ ആ ഒരു ഷേപ്പിനായിട്ട് ഞാൻ എന്താ 2 ഈക്വലായിട്ട് 2 പേപ്പർ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെറുതായിട്ട് ആ ഒരു മാവലേനെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ഒരു ഷേപ്പ് അതിലോട്ട് അങ്ങ് വരച്ചെടുക്കുകയാണ് ഞാൻ. പിന്നെ ഇതൊക്കെ ഒരു കാർട്ടൂൺ മോഡലിലൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ ചെയ്താലും അതിലൊരു ക്യൂട്ട്നെസ് കൊണ്ട് വരാൻ നോക്കിയാൽ മതി. പിന്നെ അല്ലാണ്ട് കറക്റ്റ് മാങ്ങയുടെ ഷേപ്പ് വരച്ച് കറക്റ്റ് ലീഫ് വരച്ച് അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ആ ഒരു രീതിയിൽ അങ്ങ് പൊയ്ക്കോളും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കണതല്ലേ, കൊച്ചു പിള്ളേർക്കുള്ളതല്ലേ, അപ്പോൾ പിന്നെ അതൊന്നും പ്രശ്നമില്ല. അങ്ങനെ ഞാൻ ആ ഇലയുടെയൊക്കെ ഒരു ഷേപ്പൊക്കെ വെട്ടിയെടുത്ത് അങ്ങനെ 2 മാവലയെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ആ ഒരു ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. തീരെ മോശമാണെന്ന് എനിക്ക് തോന്നിയതുമില്ല. അപ്പോൾ ഇനി അതിനെ ഒന്ന് ആ മാവേലേക്ക് കുറച്ചും കൂടെ പെർഫെക്ഷൻ, അതിനെ ഇതുപോലെ അങ്ങ് വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഒരു പെർഫെക്ഷൻ വരുത്തണമെന്ന് തോന്നി. നമുക്ക് കുറച്ച് ചെയ്ത് വരുമ്പോഴേക്കും അതെന്ത് കാര്യമായാലും അങ്ങനെയാണ്. നമ്മൾ കുറച്ച് ചെയ്യുമ്പോൾ അതിങ്ങനെ നമുക്കങ്ങ് ഇഷ്ടപ്പെട്ട് കുറച്ച് ഓക്കെ ആണ് എന്ന് തോന്നി തുടങ്ങിയാൽ നമുക്ക് പിന്നെ കുറച്ചൊരു സെൽഫ് കോൺഫിഡൻസ് കൂടും, കുറച്ചൊരു അഹങ്കാരം വരുമല്ലോ. അപ്പോൾ പിന്നെ ചെയ്തത് വന്നപ്പോഴേക്ക് കൊള്ളാമെന്ന് എനിക്ക് തന്നെ തോന്നിയപ്പോഴേക്ക് കുറച്ചൊക്കെ ഒരു അഹങ്കാരം വന്നതുപോലെ ആയി. അങ്ങനെ മാവിലേക്കൊക്കെ ഭയങ്കര ഷേപ്പൊക്കെ വരുത്തി അതിൻ്റെ നെർവ്സൊക്കെ എല്ലാം വരച്ചൊക്കെ എടുത്ത് ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനൊരു സംഭവം വാങ്ങിച്ചതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ റിബണാണ് ചോദിച്ചത്. അപ്പോൾ അവിടെ നോക്കിയപ്പോഴേക്കും ഇങ്ങനെ ഒരു സംഭവം ഇരിക്കണത് ഉണ്ട്. ഇത് റിബണല്ല, പിന്നെ റേറ്റും കുറവായിരുന്നു, ആകെ 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെയാണ് ഞാനിങ്ങനെ നമുക്ക് അവർക്ക് കഴുത്തിൽ കൂടെ തൂക്കിയിടണമല്ലോ. അപ്പോൾ ആ ഹാങ് ചെയ്യാനായിട്ട് ആ സംഭവമാണ് വാങ്ങിച്ചത്. അതിനെയൊക്കെ സ്റ്റാപ്ലർ ചെയ്ത് വെച്ച് പിന്നെ ഇതിൽ പശ ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചത്. പശ ഒട്ടിച്ചപ്പോഴേക്ക് എന്തോ അത്രയ്ക്കങ്ങോട്ട് ഒട്ടാത്ത പോലെ തോന്നി. അപ്പോൾ മാംഗോയുടെ കട്ടൗട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മോന് വെച്ച് കൊടുക്കുമ്പോൾ ഇത് കറക്റ്റ് ആക്കി ഇവിടെ ബാക്കിൽ ഇങ്ങനെ കെട്ടണം. ഇതിപ്പോ എന്തോ പറ്റിയെന്നറിയാമോ, ഞാനിവിടെ തറയിൽ വിശാലമായിട്ടിരുന്നല്ലേ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. മഴ പെയ്യണുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഒരു സെക്കൻഡ് നേരത്തേക്ക് ഭയങ്കര ഒരു കാറ്റങ്ങ് വീശി. കാറ്റെന്ന് പറഞ്ഞാൽ എന്റെ ഈ ചാർട്ട് പേപ്പറും എല്ലാം തെറിച്ചങ്ങ് അടുക്കളയിൽ പോയി. ഇതൊക്കെ ചുരുണ്ടോയി. കാറ്റ് നമ്മൾ നിമിഷ നേരം കൊണ്ട് വിചാരിച്ചിരിക്കാതെ ഭയങ്കര ഒരു കാറ്റായിരുന്നു. സത്യം പറഞ്ഞ ഞാൻ ശരിക്കും അങ്ങ് പേടിച്ചു പോയി. ഇവിടേക്ക് അത്രയും ഈ വീടിനകം മൊത്തം വെള്ളമായി, അത്ര കാറ്റായിരുന്നു. ഞാൻ വെടിയിലത്തെ ഇത് കാണിച്ചിരുന്നു, എന്തൊക്കെയോ വീഴണ സൗണ്ടൊക്കെ കേൾക്കണുണ്ടായിരുന്നു. പിന്നെ ഇത് ക്രൗൺ ആണ്. അപ്പോൾ ഇതും റെഡിയായി. നമ്മുടെ മാംഗോ ചേട്ടനും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കേശു കാണാതെ ഇത് രണ്ടും ഒളിപ്പിച്ച് വെച്ചിട്ട് നാളെ വേണം മോനെ കാണിക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഇന്നിവിടെ ഭയങ്കര യുദ്ധം നടക്കും. ഈ ക്രൗൺ ഇങ്ങനെ എന്തോ എനിക്ക് ഇത്ര ഒരു പ്ലെയിൻ ആയിട്ടതുപോലെ തോന്നി. അപ്പൊ അതിലും കൂടെ ഞാനിങ്ങനെ മാംഗോയുടെ ഒട്ടിച്ചു കൊടുത്ത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്, ക്രൗണിന്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇനി നാളെ കേശുവിന്റെ തലയുടെ അളവ് നോക്കിയിട്ട് നാളെ ഇനി ഇതും കൂടെ പിൻ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ തന്നെ ഇതെല്ലാം നമ്മൾ ഇലയുടെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് ഞാൻ ഇതിനെല്ലാം സ്റ്റാപ്ലർ ചെയ്ത് വെച്ച് പശ ഒട്ടിച്ചപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഒട്ടാത്ത പോലെ തോന്നി. പിന്നെ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് ഇവിടെയും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഇത് കുറച്ച് ലൂസ് പോലെ തോന്നി. അങ്ങനെ അതും 2 എണ്ണം വെച്ച് നല്ല സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് എന്താ പറയാ, പേഴ്സണലി തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, നമുക്കിപ്പോൾ യൂട്യൂബ് ഉള്ളത് കൊണ്ട് എല്ലാം നമുക്ക് കുറച്ച് അതിങ്ങനെ ഒന്നും ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ മതി, ബാക്കി എല്ലാം യൂട്യൂബ് നോക്കിക്കോളും. അപ്പോൾ അതിൽ നിന്ന് നോക്കി പഠിച്ചുണ്ടാക്കിയതാണ്. നന്നായിട്ടില്ലേ? ഇവിടെ നമുക്കൊരു വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് കളർ ഉണ്ടെങ്കിൽ അതിനടിച്ചു കൊടുക്കാം, വൈറ്റ് എൻ്റെ ഇല്ല. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. മൊത്തത്തിൽ കാണിച്ചു തരാം. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് ഇങ്ങനെയും വരും.
പിന്നെ ഇതാ ഈ സംഭവം ഇങ്ങനെയും വരും. നാളെ കേശുവിന് ഇതെല്ലാം ചെയ്ത് കൊടുത്തിട്ട് നാളെ ഇതിന്റെ വീഡിയോ ഇടാം. ഇപ്പൊ ഞാൻ ഭയങ്കര കാറ്റടിച്ചെന്ന് പറഞ്ഞില്ലേ, ഇവിടെ അത്രയും അതിന്റെ കാര്യങ്ങളാണ് ഇതാ ഇവിടെ കാണുന്നത്. അങ്ങ് നിന്ന തെങ്ങിന്റെ കൊതുമ്പും ചൂട്ടും ഒക്കെ നമ്മുടെ ഇവിടെ ക്ലാഞ്ഞിലെന്ന് പറയും, ക്ലാഞ്ഞിലും കൊതുമ്പും ഒക്കെ ഇങ്ങ് വന്ന് വീണത്. തെങ്ങ് അവിടെയാണ് നിൽക്കുന്നത്, അതാണ് കാറ്റടിച്ചത് ഇങ്ങറ്റം വന്നത്. ഭയങ്കര കാറ്റായിരുന്നു. ഒരു സെക്കൻഡ് നേരം ആടുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കാറ്റായിരുന്നു. അപ്പോൾ ഇനി മീൻകറി വെച്ച് വെക്കണം നാളത്തേക്കായിട്ട്. അപ്പം രാവിലെ അയല വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അയല ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു പീസ് കേശുവിന്, ഒരു പീസല്ല ഒരു മീൻ കേശുവിന് പൊരിക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം മാത്രമല്ല ഞാനും കൂടെ കഴിക്കും അതിൽ. എന്നാലും ആൾ തന്നെ ഇപ്പോൾ നോൺ വെജ് ഒന്നും മോനിപ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ, അപ്പോൾ നീ കൊടുക്കുമ്പോഴേക്കും ആളങ്ങ് കഴിച്ചോളും സംഭവങ്ങളെല്ലാം. അങ്ങനെ മീൻകറി അടുപ്പത്താക്കി. ഇനി കേശുവിനെ നോക്കി നിൽക്കുകയാണ്. മോനെ ഇതുവരെ കണ്ടില്ല, ഞാൻ ഇന്നാണ് മോനെ വിളിക്കാൻ പോവാണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ രണ്ടാളും കൂടെ അല്ലേ പോണത്. അപ്പോൾ ഇന്ന് മഴയും കാര്യം ആയതുകൊണ്ട് ചേട്ടൻ അങ്ങ് പോയി വിളിക്കാനായിട്ട്. മോൻ എൻ്റെ അടുത്ത് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ എന്തെന്നെ വിളിക്കാൻ വരാത്തത്, ഞങ്ങൾ വന്നപ്പോൾ വഴിയിലൊരു പാമ്പിനെ കണ്ട്, അങ്ങനെയൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത്. പിന്നെ മോൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി മേലൊക്കെ കഴുകി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ പോപ്കോൺ എന്ന് വെച്ചാൽ കേശുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് വരുമ്പോഴേക്ക് ഈ പോപ്കോൺ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് മേലൊക്കെ കഴുകി അവിടെ ആളിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ് പോപ്കോൺ ഉണ്ടാക്കിക്കൊണ്ട് തരാമെന്ന്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിരിക്കുകയാണ്. അപ്പോൾ അറിയാമല്ലോ, ഇത് 10 രൂപയുടെ പാക്കറ്റാണ്, നമുക്ക് ഒരുപാട് ഫ്ലേവറിൽ ഇത് കിട്ടും. അപ്പോൾ ഇതിനതാ ഇതുപോലെ ഏതൊരടപ്പ് കുക്കർ തന്നെ വേണമെന്നൊന്നുമില്ല, ഒരു അടപ്പുള്ള പാത്രത്തിലോട്ട് അതിനെ ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് അടച്ച് വെച്ചിരുന്നാൽ അത് അവിടെ കിടന്ന് നന്നായിട്ട് പൊട്ടിയിട്ട് നമുക്ക് നല്ല പോപ്കോൺ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇത് സോൾട്ടി ഫ്ലേവറായിരുന്നു. നമുക്ക് ഇതിൻ്റെ ചില്ലി ഫ്ലേവറുണ്ട്, അങ്ങനെ ഒരുപാട് ബട്ടറുണ്ട്, അങ്ങനത്തെ ഒരുപാട് ഫ്ലേവറുണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു പാത്രത്തിലാക്കിയിട്ട് കൊണ്ട് കേശൂര് കൊടുക്കണം. ആൾ ഞാൻ പറഞ്ഞില്ലേ കുളിച്ചൊരുങ്ങി അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോൺ കാണൊക്കെ ഒരുപാട് കുറവുണ്ട്, അല്ലെങ്കിൽ മിക്ക സമയത്ത് എപ്പോഴും ഫോൺ കാണൊക്കെ വരുന്നത്. അപ്പോൾ വന്നിട്ട് കുറച്ച് സമയം കൊടുക്കുക, ഈ ഒരു കുറച്ച് സമയം തന്നെ ഇപ്പോൾ കാണുന്നത്, അല്ലാണ്ട് അങ്ങനെ കാണില്ല. അപ്പോൾ ചേട്ടനും ഉണ്ട്, ചേട്ടൻ പോയില്ല കടയിൽ. അപ്പോൾ ആൾ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്കും ഒരു ചായ കുടിക്കണം. അപ്പോൾ ചായ കുടിച്ചതിന് ശേഷം കടയിൽ പോകാമെന്ന് വെച്ചിരിക്കുകയാണ്. കാരണം വന്നപ്പോഴേക്ക് ഫുള്ള് മഴ നനഞ്ഞ്, മഴയത്താണല്ലോ വന്നത്, മോന് റെയിൻകോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇനി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ചേട്ടൻ നേരെ ഇനി കടയിലോട്ട് പോവും. കേശുവിന് അപ്പോഴേക്ക് ട്യൂഷനാവും. പിന്നെ വീണ്ടും ഞാനിനി കേശുവിനുള്ള മീനും കൂടെ പൊരിച്ച് വെച്ചിട്ട് ബാക്കി ഇനി കുറച്ച് ജോലിയുണ്ട്, അതും കൂടെ അങ്ങ് ചെയ്ത് തീർത്താൽ ഇന്നത്തെ കാര്യങ്ങൾ ഏകദേശം എല്ലാം റെഡിയാവും. മഴ ഇപ്പോൾ ഒന്ന് തോർന്ന് നിൽക്കുകയാണ്, പക്ഷെ ഇനി എപ്പോഴും വേണമെങ്കിലും പെയ്യാം. അതിനു മുമ്പ് ഒന്ന് അടിച്ചു വാരി ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഈ പറയും പോലെ മഴയായിരിക്കുമ്പോഴേക്കും എല്ലായിടും അടിച്ചു വാരണതൊക്കെ അങ്ങ് മടിച്ചു കളയും. അപ്പോൾ ഇന്നിപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, ഈ ചെമ്പരത്തിയുടെ അല്ലേ, ഈ ചെമ്പരത്തിയുടെ ഇലയും പൂവൊക്കെ എപ്പോഴും താഴെ വീണ് കിടക്കും. പിന്നെ ഈ മഴയും കൂടെ പെയ്യണോണ്ട് പൂ വീണിട്ട്, വാടിയ പൂ വീണിട്ട് വരുമ്പോൾ അഴുകിയ പോലെ കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കണം. പിന്നെ
ഇതൊക്കെ തന്നെ ഒന്ന് ഫുള്ളൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം. അതാണ് അടുത്ത മഴയ്ക്ക് മുന്നേ ഉള്ള ജോലി. ഇവിടെ അങ്ങനെ ചവർ അധികം എന്ന് പറയാനായിട്ട് ഈ ഒരു ഏരിയയിൽ മാത്രമേ കാണുള്ളൂ. അത് അവിടെ മാത്രമല്ലേ ഒരു ചെമ്പരത്തി മരം എന്ന് പറയാൻ പറ്റൂല, എന്തില്ല ചെമ്പരത്തി ചെടി നിൽക്കണുള്ളൂ. അപ്പോൾ ഈ പൂക്കളൊക്കെ ഇപ്പോൾ ഒരുപാട് പൂക്കണുണ്ട്. പൂക്കളൊക്കെ വീണിട്ട് ഒരു ദിവസം തൂത്തില്ലെന്നുണ്ടെങ്കിൽ അഴുകി കിടക്കും. ചിലപ്പോൾ മഴയാണെങ്കിൽ തൂക്കാനൊന്നും പറ്റില്ല. ആ സൈഡ് അങ്ങനെ ഞാൻ അങ്ങനെയും കിട്ടേക്കും. അപ്പോൾ ഇന്നിപ്പോൾ മഴ നല്ല തോർന്ന് നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അപ്പോഴേക്ക് വിചാരിച്ച അവിടെ മൊത്തം ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് 2 ദിവസമായി ഞാനിങ്ങനെ ഓടിച്ച് തൂത്ത് പോവേ ഉള്ളൂ. തൂക്കണ സമയത്ത് എപ്പോഴും ഈ പറയും പോലെ മഴയാണ്. അപ്പോൾ ഇന്നാണ് ഈ ഒരു സമയത്ത് മഴ തോർന്ന് നിൽക്കുന്നത്. അപ്പോൾ കേശു ട്യൂഷൻ പഠിക്കാനായിട്ട് ഇരുന്ന് ആ സമയം കൊണ്ട് എല്ലാ വശവും ഒന്ന് തൂത്ത് വൃത്തിയാക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിതിനൊക്കെ ഇറങ്ങിയാൽ എൻ്റെ കൂടെ വാലുപോലെ കാണും. ഒരു ബീട്രൂട്ടിൻ്റെ മണ്ട ഇങ്ങനെ കൊണ്ട് നട്ടതാണ്. അതിപ്പോൾ കുറച്ച് വലിയ പ്രശ്നമില്ലാണ്ട് നിൽക്കണുണ്ട്. അപ്പോൾ ഇത് എനിക്കിപ്പോൾ ബീട്രൂട്ട് കിട്ടണമെന്നൊന്നും അല്ല, ഇതിൻ്റെ ഇല കിട്ടിയാൽ ഇത് തോരൻ വെക്കാനായിട്ട് നല്ലതാണ്. പിന്നെ ഇപ്പോൾ മഴയും കൂടെ ആയതുകൊണ്ട് സംഭവം നന്നായിട്ട് നിൽക്കണുണ്ട്. ഇനി എന്തായി തീരുമെന്നൊന്നും അറിയാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബീട്രൂട്ട് അങ്ങനെ നല്ല പോലെയൊക്കെ നിൽക്കുകയാണ്. രക്ഷപ്പെട്ടാലേ രക്ഷപ്പെടട്ടെ. ഞാൻ പറഞ്ഞില്ലേ ബീട്രൂട്ട് കിട്ടാൻ വേണ്ടിയൊന്നുമല്ല, അതിൻ്റെ ഇല തോരൻ വെക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്താണ് എനിക്കിവിടെ പുല്ല് പിടിച്ച് നിൽക്കുന്നത്. ഇതുപോലുള്ള ചെറിയ ചെറിയ പുല്ലുകൾ നിറയെ പൊടിക്കും ഉള്ള സ്ഥലം. പിന്നെ ഭയങ്കര കൊതുകുണ്ട് ഇവിടെ, നിൽക്കാൻ വയ്യ. കൊതുക് ഒരുമാതിരി നമ്മൾ തുമ്പി പറക്കൂലേ, അതേപോലെ പറക്കാണ്. ഈ മഴ ആയതുകൊണ്ട് ഞാൻ മാക്സിമം എൻ്റെ കയ്യിലൊക്കെ ഇരിക്കുന്നുണ്ട, ഞാൻ മാക്സിമം വെള്ളം കെട്ടി നിർത്താതെയൊക്കെ നോക്കണുണ്ട്. എന്നിട്ടും കൊതുകിനൊരു കുറവില്ല. ഇത് അത്രയും മറ്റേ പുളിയാറിലയില്ലേ, പുളിയാറില ആ സംഭവമാണ് ഇവിടെ അത്രയും പൊടിച്ച് നിൽക്കുന്നത്. ഇത് ഇത്രയും വലിയ സംഭവമാണെന്ന് ഞാനൊരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ പറഞ്ഞിട്ട് ഇവിടെ ആർക്കും ഒരു വിശ്വാസവും ഇല്ല. ഇതിങ്ങനെ പുല്ല് ചെടി എന്നാണ് അവർ പറയണത്. ഇപ്പോൾ ഒത്തിരി വലിയ പുല്ലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പുഴുത് കളയാം. ഇത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ നിലം പറ്റി കിടക്കുമെന്ന് പറയില്ല, ആ രീതിയിലാണ് അവിടെ അത്രയും പൊടിച്ച് നിൽക്കുന്നത്. ഒരുവിധം ഞാൻ അവിടെ മൊത്തം വൃത്തിയാക്കി. ഇനി സിറ്റ് ഔട്ടൊക്കെ ഒന്ന് കഴുകിയിടണം. നമുക്കിവിടെ സിറ്റ് ഔട്ടിലും ആ ഫ്രണ്ടിലത്തെ 2 പടിയിലും മഴ പെയ്യുമ്പോൾ എപ്പോഴും വെള്ളം വീഴും. ഇനി അവിടെ ഷീറ്റ് ഇട്ടാലേ പറ്റുള്ളൂ. കാരണം ഈ മഴ സമയത്ത് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ ഒരു പ്രാവശ്യം ചേട്ടൻ വീണായിരുന്നു കുറച്ച് ദിവസം മുന്നേ അവിടെ. എന്തോ ഭാഗ്യത്തിനാണ് വേറെ പ്രശ്നങ്ങളൊന്നും വരാത്തത്, ഇല്ലെങ്കിൽ തലയാണ് അടിക്കുന്നത്. അപ്പോൾ മോനായിരുന്നാലും അവനും ശ്രദ്ധിക്കില്ല, ഓടിയാണ് ഇറങ്ങണം. മഴ പെയ്താലും അവരുടെ ഓട്ടം അറിയാമല്ലോ. ഇപ്പം നല്ല ചറുക്കി അങ്ങ് പോകും. മുന്നേ ആണെങ്കിൽ നമ്മളൊരു വലിയ മാറ്റ് ഇട്ടിരുന്നു. അപ്പോൾ ആ മാറ്റൊക്കെ പോയപ്പോൾ ഇപ്പോൾ ഒത്തിരി പ്രശ്നമായിട്ട് കിടക്കുകയാണ് അവിടെ. ഇനി അവിടെയൊക്കെ ഒന്ന് കഴുകി ഇറക്കി. പിന്നെ ഇതാ ഈ മുറ്റമൊക്കെ വന്നിപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മളിങ്ങനെ മഴയത്താണ് കുറച്ചും കൂടി ചവറെന്നല്ല ചെളിയാവണത്. അപ്പോൾ ഞാൻ മാക്സിമം ഒന്ന് കഴുകിയും കിട്ടാം. ബാക്കിയെല്ലാം മഴ പെയ്യുമ്പോഴേക്കും ബാക്കി മഴവെള്ളം അങ്ങ് കൊണ്ടുപോയിക്കോളുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ അത്രയും ഒന്ന് അടിച്ച് കഴുകി വൃത്തിയാക്കി ഇടുകയാണ്. ഇപ്പോഴും മഴ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഴ അങ്ങ് പെയ്തു തുടങ്ങിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇന്ന് വാർത്തയിൽ എന്തോ പറയാനായിട്ട് എന്തും കൂടെ മഴയുള്ളതെന്ന്, അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അടുത്തിന് ഒരാഴ്ച അങ്ങോട്ട് മഴ തന്നെ ആയിരിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും കേശു കൂടെ ഉണ്ടെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഈ വെയിലത്തുനിന്ന് ഈ വെള്ളത്തിലൊക്കെ വന്നാൽ കളി തുടങ്ങും, പിന്നെ ഒരു രക്ഷയും കാണൂല. അങ്ങനെ ഫൈനലി എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ വീടിൻ്റെ 4 ചുറ്റും വൃത്തിയാക്കി. ഇത് നമ്മുടെ മതിലിനോട് ചേർന്ന് വെളിയിലെ റോഡിൽ പുല്ല് പൊടിച്ച് നിൽക്കുന്നതാണ്. അപ്പം നമ്മുടെ വഴിയും കൂടെ വൃത്തിയാക്കിയാൽ മാത്രമല്ലേ മഹാലക്ഷ്മി വന്ന് കയറുള്ളൂ എന്നല്ലേ പഴമക്കാർ പറയണത്. അങ്ങനെ ഞാനിനി അവിടെയും കൂടെയൊക്കെ കുറച്ചങ്ങ് വൃത്തിയാക്കിയിട്ടുണ്ട്. ആ കണ്ടില്ലേ, തൂത്താലൊന്നും പോവില്ല, മഴ പെയ്ത് അങ്ങനെ കുതിർന്ന് കിടക്കുകയല്ലേ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.